മോഹങ്ങളും മോഹഭംഗങ്ങളും നമ്മളെ തളർത്താറുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പരീക്ഷണം. ഡെയിലി നിത്യേന നമ്മളെല്ലാവരും നിരവധി അവസരങ്ങളിൽ ചെറുതും വലുതുമായ മോഹഭംഗങ്ങൾ അനുഭവിക്കാറുണ്ട്. ആശിച്ച കാര്യം നടക്കാതെ വരുമ്പോഴുള്ള മനസ്സിൻ്റെ ഒരു അവസ്ഥയാണല്ലോ നിരാശ. കളിപ്പാട്ടം നഷ്ടപ്പെട്ടതിൽ വിതുമ്പിക്കരയുന്ന കൊച്ചുകുട്ടിക്കു മുതൽ ഇഷ്ടപ്പെട്ട ആൾ തൻ്റെ ഇഷ്ടം മനസ്സിലാക്കുന്നില്ലെന്ന് അസ്വസ്ഥയാകുന്ന കൂട്ടുകാരിക്കു വരെയുള്ള വികാരം മോഹഭംഗത്തിൻ്റേത് തന്നെയാണ്, നിരാശയുടേത് തന്നെയാണ്. നൈരാശ്യ ബാധയ്ക്ക് പ്രായഭേദമില്ല. ഏത് പ്രായത്തിലും അത് പിടിപെടാം. വ്യക്തിത്വത്തിനനുസൃതമായി നൈരാശ്യം ഏൽപ്പിക്കുന്ന ആഘാതം കൂടിയും കുറഞ്ഞും ഇരിക്കും. ഒരേ തരം സംഭവം പലരിലും പല രീതിയിലാണ് ആഘാതം ഉണ്ടാക്കുന്നത്, പല നിലവാരത്തിലാണ് ആഘാതം ഉണ്ടാക്കുന്നത്. നിരാശപ്പെടാനായി മാത്രം സാഹസം ഏറ്റുവാങ്ങുന്നവരുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് സങ്കല്പിച്ച് സംശയിച്ച് നിരാശപ്പെട്ട് അരിശപ്പെടുന്നവർ തീരെ കുറവല്ല. ഇത്തരം മനോനില തുടരുന്നത് സന്തോഷകരമായ ജീവിതത്തിനും ശാരീരിക ആരോഗ്യത്തിനും തടസ്സമായി തീരും, രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാം. ചിലർ വളരെ പെട്ടെന്നാണ് നിരാശപ്പെട്ട് ഏത് കാര്യത്തിൽ നിന്നും പിന്മാറുന്നത്. ഇങ്ങനെ എല്ലാവരും അല്ലെങ്കിലും നിരാശപ്പെടാനുള്ള നിങ്ങളുടെ പ്രവണത എത്രമാത്രം അറിയുന്ന ഒരു മനഃശാസ്ത്ര പരീക്ഷണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. 20 സന്ദർഭങ്ങളും അവയ്ക്ക് ഓരോന്നിനും 3 പ്രതികരണങ്ങളും നൽകിയിട്ടുണ്ട്. ഓരോ സന്ദർഭത്തിനും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്രതികരണം വീതം അടയാളപ്പെടുത്തിയാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളാവാം, എങ്കിലും പൊതു ടെസ്റ്റാണ്. അതിൽ നിങ്ങൾക്ക് യോജിച്ചവ ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്താണ് യോജിച്ചതെന്ന് സത്യസന്ധമായി പ്രതികരണം രേഖപ്പെടുത്തുക. ചോദ്യം നമ്പർ 1. ടൗണിൽ ചെന്ന നിങ്ങൾ, പട്ടണത്തിൽ ചെന്ന നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയെത്താൻ ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ അമ്മയും അച്ഛനും രോഗിയായ അനിയത്തിയും ഒക്കെ തനിച്ചാണ്. അപ്പോൾ പെട്ടെന്നാണ് ബസ് ഒരു മിന്നൽ പണിമുടക്ക് നടത്തിയത്. പട്ടണത്തിൽ ചെന്ന നിങ്ങൾ മടങ്ങി നാട്ടിലെത്താൻ ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ബസ് പെട്ടെന്ന് മിന്നൽ പണിമുടക്കി. വീട്ടിൽ വൃദ്ധയായ ആളുകളും രോഗിയായ ആളുകളും ഒക്കെ ഉണ്ട്, അവരൊക്കെ തനിച്ചാണ്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ നമ്പർ എ, എങ്ങനെ വീടെത്തും എന്ന പ്രശ്നം നിങ്ങളെ ആകെ തളർത്തിക്കളയുന്നു. ബി, ഒന്നിനുമില്ല ഇക്കാലത്തിൽ ഉറപ്പ്, കലികാല വൈഭവം എന്ന് പറഞ്ഞ് സ്വയം ചിരിച്ച് ലോറിയിലോ ട്രക്കിലോ കിട്ടിയ വാഹനത്തിൽ എങ്ങനെയെങ്കിലും സ്ഥലം പിടിച്ച് വീടെത്താൻ ശ്രമിക്കുന്നു. സി, പബ്ലിക് യൂട്ടിലിറ്റി സർവീസുകളിൽ പണിമുടക്ക് നിരോധിക്കേണ്ടതാണെന്ന് പറഞ്ഞ് അരിശപ്പെട്ട് സമയം കളയുന്നു. ഇതിലേതാണ് നിങ്ങൾക്ക് അനുയോജ്യമായി തോന്നിയത് എന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ സന്ദർഭം, നിങ്ങളൊരു കത്തയച്ചു. ഒരാൾക്ക് നിങ്ങളൊരു കത്തയച്ചു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് ആ കത്ത്. മെസ്സേജ് ആവാം, സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ആപ്പ് വഴി ഉപയോഗിച്ച് മെസ്സേജ് ആവാം. ജീവിതം ഒരു പുതിയ അനുഭവം തന്നെ ആകാവുന്ന കാര്യം
വളരെ ആകാംക്ഷയോടെ നിങ്ങൾ മറുപടിക്കായി കാത്തിരിക്കുന്നു. പക്ഷെ മറുപടി വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ചിന്ത എങ്ങനെയാണെന്നാണ് പരിശോധിക്കുന്നത്. എ, ഒരു കത്തിന് ഒരു മറുപടി കത്ത് എന്നല്ലേ പ്രമാണം? അല്ലെ ഒരു മെസ്സേജിന് മറുപടി മെസ്സേജ് എന്നല്ലേ പ്രമാണം? മറുപടി കിട്ടാതെ പിന്നെയും എഴുതുന്നത് പോരായ്മയാണ്. മറുപടി വരട്ടെ വരട്ടെ എന്ന് കരുതി കാത്തിരിക്കും. ദുഃഖത്തോടെ ആയിരിക്കും കാത്തിരിക്കുക. ബി, അഗാധമായ അടുപ്പമുള്ള മനുഷ്യരുടെ മനസ്സിനും ചിലപ്പോൾ തിമിരം ബാധിക്കാം. കാണേണ്ടത് കാണാൻ കഴിയാത്ത അവസ്ഥ, വസ്തുത മറ്റൊന്നായി കാണാനുള്ള പ്രവണത. അതുകൊണ്ട് കത്തിന് മറുപടി ഇല്ലെങ്കിലും അർഹിക്കുന്ന മറുപടി കിട്ടിയില്ലെങ്കിലും കണ്ട് സംസാരിക്കുകയാണ് വേണ്ടത് എന്ന് കരുതി തീരുമാനിക്കും. സി, കത്ത് കിട്ടിയോ എന്ന് ഫോണിൽ ചോദിച്ചാലോ? വേണ്ട, ചോദിച്ചിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ മെസ്സേജ് കിട്ടിയോ എന്ന് ഫോണിൽ ഓൺലൈനിൽ കണ്ടാൽ പോലും ചോദിച്ചാലോ? ചോദിച്ചിട്ട് എന്ത് കാര്യം? കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അല്ലെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ മുങ്ങിത്തപ്പി എടുത്തു കൊടുക്കാനുള്ള അതല്ലെങ്കിൽ റീസെൻഡ് ചെയ്യാനുള്ള താല്പര്യമൊന്നും തനിക്കില്ല എന്ന് ചിന്തിച്ച് അസ്വസ്ഥനാകും. ഇതിലേതാണ് നിങ്ങൾക്ക് യോജ്യമെന്ന് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം, ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓപ്ഷൻ എ, ആശയ സംഘർഷങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തളർത്തിക്കളയാറുണ്ട്. ബി, ഇത്തരം മാനസിക സമ്മർദ്ദങ്ങളെ നിങ്ങൾ വകവയ്ക്കാറില്ല. സി, മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങളിൽ കോപതാവികൾക്ക് ഇടവരുത്തുന്നു. അടുത്തത് 3 ഓപ്ഷനിൽ ഏതാണ് നിങ്ങൾക്ക് യോജ്യമെന്ന് പറയുക. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോഴും അതിനെക്കുറിച്ച് പ്രതീക്ഷ ഉണ്ടാവും. അതിനെ മോഹം എന്ന് പറയാം. തൊട്ട കൈക്ക് തന്നെ പരിശ്രമം വിജയിക്കാതെ വരുമ്പോൾ, ആ ശ്രമത്തിന് ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രതീക്ഷയോടെ ഇറങ്ങപ്പെടും, പക്ഷെ വിജയിക്കാതെ വരുമ്പോൾ എ, മോഹഭംഗത്താൽ നിങ്ങൾ തളർന്നു പോകുന്നു. ബി, തോറ്റുപോവുക എന്നൊരു കാര്യം ഒരിക്കലും നിങ്ങൾക്കില്ല, ശ്രമം തുടരും. സി, സാഹചര്യത്തെയും അതുമായി ബന്ധപ്പെട്ടവരെയും രൂക്ഷമായി കുറ്റപ്പെടുത്തി സ്വന്തം ആശ്വസിക്കും. ഇതിലേതാണ് നിങ്ങൾക്ക് യോജ്യമായതെന്ന് രേഖപ്പെടുത്തുക. 5ാമത്തെ സന്ദർഭം ക്വസ്റ്റ്യൻ, നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു, അയാൾ തിരിച്ചും. പരസ്പരം ഇക്കാര്യം നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി മറ്റൊരു ആണോ പെണ്ണോ ആയിരിക്കാം. അവരുടെ അരികിലിരുന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ എ, ഉറങ്ങാനാകാതെ കരഞ്ഞ് കരഞ്ഞ് നിങ്ങൾ തളർന്നു പോകും. ബി, ഒരു ഭാവമാറ്റവുമില്ലാതെ അവരുടെ സംഭാഷണത്തിൽ അവരുടെ ഇടയിൽ പോയി നിങ്ങളും പങ്കുചേരും. സി, പല്ല് കടിച്ചമർത്തി അരിശത്തോടെ അവരെ ശപിക്കും. തൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്തുകൊണ്ട് അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കും. അടുത്തത് 6ാമത്തെ സന്ദർഭം ക്വസ്റ്റ്യൻ, നിങ്ങൾ ഉദ്യോഗലബ്ധിക്ക് വേണ്ടിയുള്ള പരീക്ഷകൾ എഴുതുകയോ ഇൻ്റർവ്യൂവിന് പോവുകയോ ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ എ, നിങ്ങളുടെ മനസ്സ് തളർന്നു പോകും, ഇനിയും പരീക്ഷകൾ എഴുതണമോ എന്ന് സംശയിക്കും. ബി, ഒരു ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ മറ്റൊന്ന് പാസ്സാകാതിരിക്കില്ല എന്ന പ്രതീക്ഷയിൽ ശ്രമം തുടരും. സി, പണം മുടക്കാതെ ഉദ്യോഗം കിട്ടുമോ? എത്ര നന്നായി പഠിച്ചെഴുതിയാലും പ്രയോജനമില്ല, കൊടുക്കാനായില്ലെങ്കിൽ പണമില്ല എന്ന് പറഞ്ഞ് കയർക്കും. ഇതിലേതാണ് നിങ്ങൾക്ക് യോജ്യമെന്ന് രേഖപ്പെടുത്തുക. അടുത്തത് 7ാമത്തെ സന്ദർഭം, സ്പോർട്സിലും ഗെയിംസിലും നിങ്ങൾക്ക് താല്പര്യമുള്ള ടീം പരാജയപ്പെട്ടാൽ എ, നിങ്ങളാകെ മൂഡ് ഓഫ് ആകും. ബി, നന്നായി കളിച്ചവർ ജയിച്ചെന്ന് കരുതി സമാധാനിക്കും. സി, മനസ്സാകെ അസ്വസ്ഥമാകും. 8ാമത്തെ ക്വസ്റ്റ്യൻ, പരിചയമുള്ള ഒരു വ്യക്തിയെ
വഴിയിൽ കണ്ടപ്പോൾ പരിചയഭാവത്തിൽ സന്തോഷത്തോടെ നിങ്ങൾ ചിരിക്കുന്നു. പക്ഷെ തിരിച്ച് ഒരു ചെറു പുഞ്ചിരി പോലും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ എ വിഷമിക്കും, ബി ചിലപ്പോൾ ചിലർ അങ്ങനെയാണെന്ന് കരുതി സമാധാനിക്കും, സി ഇനിയും കാണുമ്പോൾ അയാളെ ഒന്ന് കുടയണമെന്ന് തീരുമാനിക്കും. അടുത്തതായി 9ാമത്തെ സന്ദർഭം. നിങ്ങളുടെ വീക്ഷണത്തിൽ സ്നേഹമെന്നാൽ എ ദുഃഖമാണ്, ബി സുഖദുഃഖ സമ്മിശ്രമായ സമാശ്വാസത്തിന്റെ തണലാണ്, സി പ്രതികാരം ക്ഷണിച്ചു വരുത്തുന്ന വലിയ തട്ടിപ്പാണ്. അടുത്ത ഭാഗത്തിൽ ബാക്കിയുള്ള സന്ദർഭങ്ങൾ അഥവാ ചോദ്യങ്ങൾ, ഓപ്ഷനുകൾ തരാം. ശേഷം സ്കോറും വിശകലനവും നടത്താം. ഓക്കെ, താങ്ക് യു.